الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയവും ഊർജവുമെല്ലാം അതൊരിക്കലും വെറുതെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നഷ്ടപ്പെടാത്ത ഒരു കച്ചവടമുണ്ട് എങ്കിൽ അത് വിശുദ്ധ ഖുർആനിൻ്റെ പഠനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സൂറത്തുൽ ഹജ്ജിന് ശേഷമുള്ള സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായമാണ് നമ്മൾ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജ് എത്രാമത്തെ സൂറത്തായിരുന്നു? സൂറത്തുൽ ഹജ്ജിന് ശേഷമുള്ളതാണ് സൂറത്തുൽ മുഅ്മിനൂൻ. എത്രാമത്തെ സൂറത്താ? എത്ര? എങ്ങനെ കേൾക്കണില്ല? 23-ാമത്തെ സൂറത്ത്. സൂറത്തുൽ ഹജ്ജ് അവസാനിക്കുന്നത് എന്ത് കൽപ്പന കൊണ്ടാണ്? സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു അവസാനിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് അവസാനിപ്പിക്കുന്നത്. فأقيموا الصلاة وآتوا الزكاة واعتصموا. അപ്പോൾ സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തിൽ അള്ളാഹു നിസ്കാരത്തെ കൽപ്പിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അടുത്ത സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു എന്ത് പറയുന്നത്? നിസ്കാരത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സൂറത്തും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്, അവസാനം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ദീനിനെ മുറുകെ പിടിക്കണം എന്ന് പറയുന്നു. അതിലൊരു മുസ്ലിമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരം കൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂൻ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് കഴിഞ്ഞ സൂറത്തും ഈ സൂറത്തും തമ്മിലുള്ള ബന്ധം, ചേർച്ച എന്നുള്ളത്. ഇനി സൂറത്തുൽ മുഅ്മിനൂനിലെ അവതരണ പശ്ചാത്തലം, ഇത് അവതരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം കാരണം ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ സൂറത്തിന് ശ്രേഷ്ഠതയായി ഫളലായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, ചില സൂറത്തുകൾക്ക് ശ്രേഷ്ഠത ഉണ്ടാകും, പ്രത്യേകം ശ്രേഷ്ഠതകൾ എടുത്തു പറയാറുണ്ട്. എന്നാൽ സൂറത്തുൽ മുഅ്മിനൂനിൽ പ്രത്യേകം ശ്രേഷ്ഠതകൾ എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പൊതുവെ ചില ആളുകൾ പറയാറുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ചില ആളുകൾ പറയുന്നത്, മൻ അഖാമഹുന്ന, ആരെങ്കിലും ഒരാൾ ആദ്യത്തെ 10 ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ദുർബലമാണ്, സ്വഹീഹായ റിവായത്തിലൂടെ വന്ന ഹദീസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ വിഷയത്തിൽ പ്രത്യേകമായ ഒരു ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ 1-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നമുക്ക് എല്ലാവർക്കും കേട്ടു പരിചയമുള്ള, എല്ലാവർക്കും ഇതിന്റെ അർത്ഥം അറിയാം. ഖദ് തീർച്ചയായും, അഫ്ലഹ വിജയിച്ചിരിക്കുന്നു, അൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത്.
എല്ലാ സൂറത്തും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യവും അവസാനവും തമ്മിൽ ചിലപ്പോൾ ബന്ധമുണ്ടാകും. ഈ സൂറത്തിന്റെ ഏറ്റവും അവസാനത്തിൽ അള്ളാഹു പറയുന്നത് അവിശ്വാസികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവിശ്വാസികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അത് യഥാർത്ഥ വിജയികൾ എന്ന് പറയുന്നത് ഈമാനുള്ള ആളുകളാണ് എന്നാണ് ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത്. യഥാർത്ഥ വിജയികൾ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അവർ മുഅ്മിനാണ്, ഈമാനുള്ള ആളുകളാണ്. ഒരു മുസ്ലിമായ വ്യക്തി ഒരേ ദറജയിലായിരിക്കണം എന്നില്ല, ഒരേ കാറ്റഗറിയിലായിരിക്കണം എന്നില്ല. മറിച്ച് ഒന്നുകിൽ ഒരു മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുഅ്മിനായിരിക്കും, അല്ലെങ്കിൽ ഒരു മുഹ്സിനായിരിക്കും എന്നാണ്. എല്ലാ മുസ്ലിമും മുഅ്മിനാകണം എന്നില്ല. അതായത് ഓരോ ആൾക്കാരുടെയും ഈമാനനുസരിച്ച് എന്ത് ചെയ്യും, ഏറ്റ വ്യത്യാസം വരും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? മൽ ഈമാൻ, എന്താണ് ഈമാൻ? മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഈമാൻ എന്ന് പറയുന്നതും ഇസ്ലാം എന്ന് പറയുന്നതും ഇഹ്സാൻ എന്ന് പറയുന്നതും ഒക്കെ വ്യത്യസ്തമാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിമാണ്, അവന്റെ ഈമാൻ പിന്നീട് അമലുകളൊക്കെ ചെയ്ത് ഉറച്ചു കഴിഞ്ഞാൽ അവൻ ആരാകും? മുഅ്മിനാകും. ആ മുഅ്മിനും കഴിഞ്ഞ ഏറ്റവും ഉന്നതമായ ക്വാളിറ്റിയാണ് മുഹ്സിൻ എന്ന പദവി അലങ്കരിച്ച ആളുകൾ. മുഹ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് പോലെ അൻ തഅബുദല്ലാഹ കഅന്നക തറാഉ ഫഇൻ ലം തകുൻ തറാഉ ഫഇന്നഹു യറാക. നീ ആരാധിക്കുമ്പോൾ നിനക്ക് അല്ലാഹുവിനെ കാണുന്നത് പോലെ എന്ത് ചെയ്യണം? നീ ആരാധിക്കണം. അതാണ് മുഹ്സിന്റെ ക്വാളിറ്റി എന്നാണ്. നിനക്ക് അങ്ങനെ ആരാധിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം നിനക്കുണ്ടാകണം എന്ന് പറയുന്നു. അപ്പൊ അതാണ് മുഅ്മിനൂൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഇഹ്സാന്റെ പദവിയിലേക്കാണ് എത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. ഇസ്ലാമും കഴിഞ്ഞ് ഈമാനും കഴിഞ്ഞ് ഇഹ്സാൻ എന്ന പദവിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ ഈമാനിനെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ ഈമാൻ ഉണ്ട് എങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വിലപിടിപ്പുള്ള അനുഗ്രഹം എന്നത് ഈമാനാണ്. ആ ഈമാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ എന്തില്ല, നമുക്ക് യാതൊരു സ്ഥാനവും ഇല്ല. നമ്മുടെ ഈമാൻ എന്താണോ അതനുസരിച്ചിട്ടാണ് അള്ളാഹു നമുക്ക് സ്ഥാനങ്ങളും അള്ളാഹു നമുക്ക് ശ്രേഷ്ഠതയും വെച്ച് തരാനാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പരിശ്രമിക്കേണ്ടതും ആ ഈമാനിൽ അടിയുറച്ചു നിൽക്കാനാണ്. കാരണം ഈമാൻ നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ്, എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ്. അതുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിൽ തന്നെ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക, അല്ലെങ്കിൽ സബ്ബിത് ഖൽബി അലാ ദീനിക, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ. കാരണം എല്ലാ സന്തോഷവും ഈമാനുള്ള ആളുകൾക്കാണ്. അല്ലാത്ത സന്തോഷങ്ങളൊക്കെ നൈമിഷികമാണ്. കുറച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആയത്ത് സ്വഹാബാക്കൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിരുന്നു എന്നാണ്. കാരണം സ്വഹാബാക്കള് ഓരോ സൽക്കർമ്മം ചെയ്യുമ്പോഴും വളരെ പേടിയോടുകൂടിയാ ചെയ്യുക. ഇനി ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ഒരു ഭയപ്പാടും അവരുടെ മനസ്സിലുണ്ടാകും. അപ്പൊ ഈ ആയത്ത് അവതരിച്ചതോടുകൂടി സ്വഹാബാക്കൾ സന്തോഷിച്ചു. കാരണം അവർ ഈമാനുള്ള ആളുകളാണ്. അവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിജയിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ചോദിക്കുന്നുണ്ട്, അല്ല റസൂലേ, ചില ആളുകൾ സൽക്കർമ്മം ചെയ്തിട്ട് എന്തിനാണ് അവർ ഭയപ്പെടുന്നത്, എന്തിനാണ് അവർ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന പേടിയാണെന്നാണ്. സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന പേടി സ്വഹാബത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ അവതരണത്തോടു കൂടി അവർ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തീർച്ചയായും അഫ്ലഹ വിജയിച്ചിരിക്കുന്നു, അൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ ആയത്തിന് ശേഷം പറയുന്ന ഒരുപാട് ആയത്തുകളിൽ ഒരു മുഅ്മിനിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് പറയുന്നത്. ഒരാൾ മുഅ്മിനാണോ, യഥാർത്ഥ രൂപത്തിൽ മുഅ്മിനാണോ, അവൻ എന്തൊക്കെ ഉണ്ടാകണം, അവന്റെ വിശേഷണങ്ങൾ എന്താണ്, അവന്റെ ജീവിതത്തിൽ അവൻ എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന കാര്യങ്ങളാണ് പറയുന്നത്. അല്ലദീന ഹും, യാതൊരു കൂട്ടർ, ഹും അവർ, ഫീ സ്വലാത്തിഹിം അവരുടെ നിസ്കാരത്തിൽ, ഖാശിഊൻ ഖുശൂഉള്ള ആളുകളാണ് എന്ന്. അവരവരുടെ നിസ്കാരത്തിൽ ഖുശൂഉള്ള ആളുകളാണ്. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളായിരിക്കും ആര്? മുഅ്മിനീങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ഖുശൂഉ എന്ന് പറയുന്ന ഘടകം. ഖുശൂഉ എന്നത് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്.
സാധാരണ ഉലമാക്കളൊക്കെ പറയാറുള്ളത് ലുബ്ബുസ്വല അല്ലെങ്കിൽ റൂഹുസ്വല, നിസ്കാരത്തിന്റെ ആത്മാവാണ്, നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന ഖുശൂഅ് എന്ന് പറയുന്നത്. കാരണം ഖുശൂഅ് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടു, നിസ്കാരത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്നാണ്. നിസ്കാരത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ചില ആളുകൾ നിസ്കരിച്ചിട്ട് ഒന്നും കിട്ടാത്ത ചില മനുഷ്യന്മാർ വരെ ഉണ്ടെന്നാണ്. ഒരു പ്രതിഫലവും രേഖപ്പെടുത്തൂല, കാരണം നിസ്കാരത്തിൽ എന്തില്ല, ഭയഭക്തി ഇല്ല എന്നാണ്. ഇനി നമ്മൾ എത്ര റുക്നുകളും ഷർത്തുകളും വാജിബുകളും ഒക്കെ ചെയ്താൽ ഖുശൂഅ് ഇല്ലെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കും, ആ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തും, പക്ഷെ പ്രതിഫലം ലഭിച്ചുകൊള്ളണമെന്നില്ല. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടും, അള്ളാഹുവിന്റെ അടുക്കൽ നിസ്കരിച്ചിട്ടുണ്ട് എന്ന രേഖപ്പെടുത്തൽ ഉണ്ടാകും, പക്ഷെ പ്രതിഫലമായി ചിലപ്പോൾ ഒന്നും ബാക്കിയായി കൊള്ളണമെന്നില്ല എന്നുള്ളത്. ഇവിടെ ഈ പറയുന്ന അറബിയിൽ നമ്മൾ ഈ പദഘടന മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖാശിഊൻ എന്നത് ഇസ്മാണ്, ഖാശിഊൻ എന്നത് ഇസ്മാണ്, സ്വലാത്തിഹിം എന്നതും ഇസ്മാണ്. അപ്പോൾ ഒരു സെന്റൻസ് ഇസ്മിയായ സെന്റൻസ് ആയി കഴിഞ്ഞാൽ, ഇസ്മ ഉൾക്കൊള്ളുന്ന സെന്റൻസ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമായി വരെ ദവാം, എപ്പോഴും അങ്ങനെയാണ് എന്ന അർത്ഥം ലഭിക്കുക, എപ്പോഴും അങ്ങനെയാണ് എന്ന അർത്ഥമാണ് ലഭിക്കുക. അതിന്റെ അർത്ഥം മുഅ്മിനീങ്ങൾ എപ്പോഴും അവരുടെ നിസ്കാരത്തിൽ എന്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ഖുശൂഅ് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന അർത്ഥമാണ് ലഭിക്കുക. ഉദാഹരണത്തിന് അലിഫ് ലാം മീം സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്ത്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ഹുദൻ ലിൽ മുത്തഖീൻ. അപ്പൊ ഇവിടെ ഹുദൻ എന്നത് ഇസ്മാണ്, ഹുദൻ എന്നത് ഇസ്മാണ്, സന്മാർഗമാണ്. ആർക്ക്? ലിൽ മുത്തഖീൻ. അവിടെ അള്ളാഹു ക്രിയ ഉപയോഗിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു വേർബ് അല്ല ഉപയോഗിച്ചത്. കാരണം ഏതെങ്കിലും ഒരു വേർബ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രിയ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കാലത്തെയാണല്ലോ അറിയിക്കാം. ഒന്നുകിൽ കഴിഞ്ഞു പോയ കാലം, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാലം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലം. അപ്പൊ ഇതൊന്നും പ്രയോഗിക്കാതെ, ക്രിയ പ്രയോഗിക്കാതെ അള്ളാഹു ഇസ്മാണ് അവിടെ പ്രയോഗിച്ചത്. കാരണം ഇസ്മ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തുമുള്ള മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ് എന്ന അർത്ഥം ലഭിക്കുക. കഴിഞ്ഞു പോയ കാലക്കാർക്കും ഇപ്പോഴുള്ള കാലക്കാർക്കും വരാനിരിക്കുന്ന കാലക്കാർക്കുമുള്ള ഹുദയാണ്, സന്മാർഗമാണ് ഈ പറയുന്ന വിശുദ്ധ ഖുർആൻ എന്ന അർത്ഥമാണ് ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറയുമ്പോൾ അവരവരുടെ നിസ്കാരത്തിൽ എപ്പോഴും ഖുശൂഅ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്, പുലർത്തുന്നുണ്ട് എന്ന്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, മുഅ്മിനീങ്ങളുടെ പ്രധാനപ്പെട്ട വസ്ഫായി വിശേഷണമായി അവർക്ക് ഖുശൂഅ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഖുശൂഅോട് കൂടിയാണോ നിസ്കരിക്കാറുള്ളത് എന്നാണ് ആലോചിക്കേണ്ടത്. കാരണം ഖുശൂഅ് എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് നിസ്കാരത്തോട് സ്നേഹം ഉണ്ടാകും, നിസ്കരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നിസ്കാരം നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകും, ഒരു വിഷമം ഉണ്ടാകും. എന്നാൽ അതേ സമയത്ത് ഖുശൂഅ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിസ്കാരം യാന്ത്രികമായിരിക്കും. എല്ലാവരും നിസ്കരിക്കുന്നു, ഞാനും നിസ്കരിക്കുന്നു, നിസ്കാരത്തിനൊരു മാറ്റം, നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കൂല. നിസ്കാരം മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഖുശൂഅ് ഉണ്ടാകണം. നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന പേടിയും ഭയപ്പാടും ഒക്കെ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുശൂഇനെ തടയുന്ന പല കാര്യങ്ങളും വിലക്കിയിട്ടുണ്ടെന്നാണ്. ഒരാളുടെ ഖുശൂഅ് തടയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് ഭക്ഷണത്തോട് അതിയായ ആഗ്രഹം ഉണ്ടാവുകയോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ബാത്റൂമിലേക്ക് മറ്റൊക്കെ പോകേണ്ട ആവശ്യങ്ങളുള്ള സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരരുത് എന്ന് പറയുന്നു. അപ്പൊ ഇത് മുന്നോട്ട് വരരുത് എന്ന് പറയാനുള്ള കാരണം എന്താ? ഖുശൂഅ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഖുശൂഅ് നഷ്ടപ്പെടും, നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം ഇല്ലാതാകും. അപ്പൊ അത് ഇല്ലാതായി കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് യഥാർത്ഥ പ്രയോജനം ലഭിക്കൂല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ തന്നെ ആ ഹദീസിന്റെ വിശദീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് മൂത്രമൊഴിക്കാനോ കാഷ്ടിക്കാനോ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്, അങ്ങനെ കുടിക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? നിസ്കരിക്കാനല്ല വരേണ്ടത്, മറിച്ച് അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് നിസ്കാരത്തിലേക്ക് വരേണ്ടതെന്ന്. അല്ലാത്ത നിലക്ക് നിസ്കാരത്തിലേക്ക് വരൽ കറാഹത്താണ്. ഇനി നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഹറാമാകുന്നതാണ്. അതുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ശരി എന്ത് ചെയ്യേണ്ടതില്ല, നിസ്കാരത്തിലേക്ക് വരേണ്ടതില്ല എന്നാണ്. അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് നിസ്കാരത്തിലേക്ക് വരേണ്ടത് എന്ന് വരെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഒരാൾക്ക് ഭയങ്കരമായ വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും, നിസ്കാരത്തിൽ ആ ഭക്ഷണം ഓർമ്മിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എങ്കിൽ എന്ത് ചെയ്താൽ മതി? അവന് ഭക്ഷണം കഴിച്ച് നിസ്കാരത്തിലേക്ക് വന്നാൽ മതി എന്നാണ്. അതേപോലെ ഒരാൾക്ക് നല്ല ക്ഷീണം ബാധിച്ച് നല്ല ഉറക്കം തോന്നുന്നുണ്ട്, ആ സമയത്ത് ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കാൻ വന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന 3 കാര്യങ്ങളും പതിവാക്കാൻ പാടില്ല എന്ന്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാകുന്നു, ആ സമയത്ത് ആ ഇളവ് സ്വീകരിക്കാം. സാധാരണ ഇളവിനെ വളവാക്കുന്ന ആൾക്കാരുണ്ട്, ഇളവിന് എന്ത് ചെയ്യാൻ പാടില്ല, വളവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതെന്ത് ചെയ്യാം, നമ്മൾ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അത് സ്വീകരിക്കാം, അത് ഉപയോഗപ്പെടുത്താം എന്നാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അതാണ് ഖുശൂഇനെ തടയുന്ന കാര്യങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഖുശൂഇന്റെ പ്രാധാന്യം നമുക്ക് അവിടെ ബോധ്യപ്പെടും. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹു മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ നിന്ന്. അള്ളാഹു മാത്രമായിരിക്കും, മറ്റൊരാളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാത്ത ഒരു അവസ്ഥയാണ് ഖുശൂ എന്ന് പറയുന്നത്. ഒരിക്കൽ ഖൈസ് ഇബ്നുൽ മുനവ്വഹ എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം ഏറെ പ്രണയിക്കുന്ന ലൈല എന്ന് പറയുന്ന സ്ത്രീയെ തേടിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അവളെ കാണാൻ പോകുന്നു. അവളെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾ ഖൈസിനോട് ചോദിച്ചു, അല്ല ഖൈസ്, നീ എന്ത് പണിയാ കാണിച്ചത്? ഇവിടെ ഞങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്നില്ലേ? എനിക്ക് ഞങ്ങളുടെ കൂടെ കൂടാമായിരുന്നില്ലേ? നീ ചെയ്തത് ശരിയല്ലല്ലോ എന്ന് ഖൈസിനോട് ചോദിച്ചു. ആ സമയത്ത് ഖൈസ് പറഞ്ഞു അവരോട്, എനിക്ക് നിങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല, എനിക്ക് നിങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് ഖൈസ് പറയുന്ന മറുപടി വളരെ ചിന്തനീയമാണ്. ഖൈസ് എന്നിട്ട് പറയുന്നത്, ഞാൻ ലൈലയെ തേടിയതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ തേടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണുമായിരുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. കാരണം ഞാൻ ലൈലയെ തേടുമ്പോൾ എൻ്റെ മനസ്സിൽ ലൈല മാത്രമുള്ളൂ, വേറെ ആരുമില്ല. പക്ഷെ നിങ്ങൾ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെ പലതും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പോകുമ്പോൾ എന്നെ നിങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നിസ്കാരത്തിലാണ് പല ആളുകൾക്കും പല കാര്യങ്ങളും ഓർമ്മ വരുന്നത് എന്ന്. കാണാത്തതെല്ലാം കാണും, കേൾക്കാത്തതെല്ലാം കേൾക്കുന്നതൊക്കെ നിസ്കാരത്തിലാണ്. എന്നാൽ നേരെ തിരിച്ചാണ് ഉണ്ടാകേണ്ടതാണ്. നിസ്കാരത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ ചിന്തകളിൽ നിന്ന് പോകണം. നിസ്കാരം മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകിയത് നിസ്കാരമാണ്. ഏറ്റവും കൂടുതൽ സമാധാനം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ദുനിയാവിൽ ഏറെ ഇഷ്ടം. രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ പറയുന്നത് വഖുറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കണ്ണിന് കുളിർമ ലഭിക്കുന്നത് നിസ്കാരത്തിലാണ് എന്നാണ്. നബിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഫസിഅ ഇല സ്വലാ, ഉടനെ നിസ്കാരത്തിലേക്ക് ഓടും. ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടാകും, എന്നാൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി നിസ്കാരത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് എൻ്റെ നിസ്കാരത്തിന്റെ അവസ്ഥ? ഖുശൂ ഉണ്ടായിട്ടുണ്ടോ? ഖുശൂഇൽ എന്തെങ്കിലും കുറവുണ്ടോ? ഖുശൂ വീണ്ടെടുക്കണ്ടേ എന്നിങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിൽ മാത്രമേ ഖുശൂഅോടുകൂടിയുള്ള ഭയഭക്തിയോടുകൂടിയുള്ള നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ അങ്ങനെ നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുശൂഅോടുകൂടി നിസ്കരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് എന്ത് ചെയ്യുക? നമ്മൾ സഹായം തേടുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, ഇബാദത്ത് ഏറ്റവും നല്ല നിലയിൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം, ഏറ്റവും നല്ല നിലക്ക് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണം എന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് അള്ളാഹുവിനോട് തേടണം എന്നുള്ളത്. ഒന്നാമത്തേത് ഖുശൂഅ് ലഭിക്കാൻ നമ്മൾ ആരോട് തന്നെയാണ് തേടേണ്ടത്? അള്ളാഹുവിനോട് തന്നെയാണ് തേടേണ്ടത്. രണ്ടാമത്തേത് നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, ഭയപ്പെടാത്ത ഹൃദയത്തെ തൊട്ട് റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് രക്ഷ ചോദിച്ചിരുന്നു. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ച് നമ്മൾ നേടിയെടുക്കണം. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി സ്വലാത മുവദ്ദിഇൻ, നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കേണ്ടത് ഏറ്റവും അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്തയിലാണ്, എന്ന ഉറപ്പോടു കൂടിയാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഖുശൂ ഉണ്ടാകും. കാരണം അവസാനത്തെ നിസ്കാരമാണ്, ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇനി നിസ്കാരമില്ല എന്ന നിലക്ക് ഒരാൾ നിസ്കരിക്കുമ്പോൾ അവന്റെ ഏറ്റവും നല്ല നിസ്കാരമായിരിക്കും അതെന്നുള്ളതാണ്. ഏറ്റവും നല്ല നിസ്കാരമായി അത് മാറും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളാണ്, ഖുശൂ ലഭിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ. നാലാമത്തേത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ അർത്ഥം അറിയാന്നുള്ളതാണ്. ആദ്യം മുതൽ തന്നെ അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ പ്രാർത്ഥനയുടെ അർത്ഥവും നമ്മൾ പഠിച്ചു വെക്കണം. എങ്കിൽ ഖുശൂ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാകും, അതിന്റെ അർത്ഥം നമുക്ക് അറിയുന്നില്ല എങ്കിൽ അതിന്റെ ഒരു ആത്മാവ് നമുക്ക് ലഭിക്കൂല. നമുക്ക് റുക്കൂഇൽ പറയുന്ന പ്രാർത്ഥനയും സുജൂദിൽ പറയുന്ന പ്രാർത്ഥനയും ഇഅ്തിദാലിലും അതിന്റെ ഇടയിലുള്ള ഇരുത്തം, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ള പ്രാർത്ഥന ഒക്കെ വ്യത്യസ്തമാണ്. അപ്പൊ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഖുശൂ ലഭിക്കും. അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഖുശൂ ഉണ്ടാകില്ല. കാരണം നമ്മൾ ഇങ്ങനെ ചൊല്ലാണ്, കാണാപ്പാഠം പഠിച്ചിട്ട് അത് ഇങ്ങനെ ചൊല്ലാണ്, അത് മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെയാണ് ഖുർആനിന്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം. ഫാത്തിഹയുടെ അർത്ഥം എന്തായാലും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഫാത്തിഹ പാരായണം ചെയ്തത്.
ഫാത്തിഹയെ കുറിച്ച് ഹദീസിൽ പറയുന്നത് എന്താ? ഫാത്തിഹ അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണെന്നാണ്. നമ്മൾ ഓരോ ആയത്ത് ഓതുമ്പോൾ അള്ളാഹു മറുപടി പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹ് അപ്പം പറയും ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ ചെയ്തിട്ടുണ്ട്, പുകഴ്ത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ഓതുന്ന ഓരോ ആയത്തിലും മറുപടിയുണ്ട്. എന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്, ഇനി അവൻ എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകും എന്ന് പറയും. കാരണം അവൻ കരാർ ചെയ്യാണ്, തൗഹീദാണ് കരാർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആ ആണ്. അതുവരെ നമ്മൾ ചോദിച്ചിട്ടില്ല, ഒന്നും അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല, ചോദിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പൊ ഇനി എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ചോദിക്കുന്നു, അള്ളാഹു ദൈവം നമുക്ക് ആ കാര്യം നൽകും എന്നാണ് ഹദീസുകളിൽ പ്രതിപാദിക്കുന്നത്. ഇതാണ് നാലാമതായി ഖുശൂഅ് ലഭിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത്. അഞ്ചാമത്തേത്, നമ്മൾ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്നത് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിസ്കാരത്തിൽ വരുമ്പോൾ നിൽക്കേണ്ടത് എന്നുള്ളത്. നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ലോകത്തെ പടച്ച, ഓരോ മനുഷ്യനെയും പടച്ച, നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കേണ്ടത്. ഇതേ നൃത്തം എനിക്ക് ഇനി നിൽക്കാനുള്ളത് നാളെ ഖിയാമത്ത് നാളിനാണ് എന്ന ചിന്തയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ അത് ഖുശൂഇനെ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പുലർത്തി കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരത്തിൽ ഖുശൂഅ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൊണ്ടുപോകണം. ഇനി അവിടെ തന്നെ നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ്, എല്ലാവരും നിസ്കരിക്കുന്ന ആളുകളാണ്. എന്നാൽ അതേ സമയത്ത് നിസ്കാരത്തെ കുറിച്ച് നമുക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരം എന്ന് പറയുമ്പോൾ ഒന്നൊരു ആത്മീയ വശമാണ്, നമുക്ക് തരുന്ന ഒരു ആത്മാവിന് നൽകുന്ന ഒരു ഉണർവാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതേ സമയത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വൈജ്ഞാനിക വശം കൂടിയുണ്ട്. വൈജ്ഞാനിക വശം എന്ന് പറയുമ്പോൾ എന്താണ് നിയ്യത്ത്, എന്താണ് നിസ്കാരത്തിന്റെ നിബന്ധനകൾ, എന്താണ് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ, എന്താണ് ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ നിബന്ധന എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന് എന്തൊക്കെയുള്ളത്? നിബന്ധന എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടത് എന്തൊക്കെയാണ്? വാജിബുകൾ, ശുറൂത്തുകൾ, അർക്കാനുകൾ. നിസ്കാരത്തിന് ഷർത്തുകളുണ്ട്, നിസ്കാരത്തിന് റുക്നുണ്ട്, നിസ്കാരത്തിന് വാജിബാത്തുകളുണ്ട്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നിസ്കാരത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരാൾക്ക് ശുറൂത്ത് എന്താണെന്ന് അറിയണം, അത് ഏതൊക്കെയാണ് എന്നറിയണം. റുക്ൻ എന്താണ് എന്നറിയണം, അത് ഏതൊക്കെയാണെന്ന് അറിയണം. എന്താണ് വാജിബാത്ത് എന്നറിയണം, അത് ഏതൊക്കെയാണ് എന്നറിയണം. ഇതറിഞ്ഞാൽ മാത്രമേ നിസ്കാരത്തിൽ ഷർത്ത് പോയാൽ എന്ത് ചെയ്യണം, റുക്ന് പോയാൽ എന്ത് ചെയ്യണം, വാജിബാത്ത് പോയാൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്താണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ? എന്താ? എല്ലാ ഇബാദത്തുകൾക്കും ഷർത്തുണ്ട്. എന്താണ് നിസ്കാരത്തിന്റെ ഷർത്ത് എന്ന് പറയുമ്പോൾ? മദ്രസയിലൊക്കെ പഠിച്ചതാണ്. നിസ്കാരത്തിന്റെ ഷർത്ത് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന് 3 കാര്യങ്ങളാണ്: ഷർത്ത്, റുക്ന്, വാജിബാത്ത്. ഷർത്തുകള്, ഷർത്ത്, റുക്ന്, വാജിബ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നിസ്കാരത്തിന്റെ ഷർത്തുകൾ? നിയ്യത്ത്, അത് നിക്കലല്ലേ? കിബിലക്ക് മുന്നിടൽ, സമയമാകൽ, അത് റുക്നില്ല വരിക. അതായത് നിങ്ങൾ പറയുന്ന ചില ഉദാഹരണങ്ങൾ റുക്നിൽ വരുന്ന ഉദാഹരണമാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷർത്ത് എന്തെന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. റുക്ൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങൾ പലപ്പോഴും കേട്ട വാക്കായിരിക്കും. എന്താ റുക്ൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഭാഷയിലുള്ള അർത്ഥം എന്താ? തൂണ് എന്നാണ്, അല്ലെ? തൂണ് എന്നാണ് അർത്ഥം. ഒരു കെട്ടിടത്തിന്റെ തൂണുകൾ എപ്പോഴും എവിടെയായിരിക്കും ഉണ്ടാവുക? ഉള്ളിലാണോ പുറത്താണോ? ഉള്ളിലുണ്ടാവുക. അപ്പൊ റുക്ൻ എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന്റെ അർക്കാനുകൾ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. നിസ്കാരത്തിന്റെ അർക്കാനുകൾ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഷർത്ത് എവിടെയായിരിക്കും? പുറത്തായിരിക്കും. ഓർത്തെടുക്കാൻ നല്ലത് ഷർത്തിന്റെ അവസാനം ആണ്, പുറത്താണെന്ന് മനസ്സിലാക്കുക. ഷർത്ത് പുറത്താണ്. റുക്ൻ എന്ന് പറയുമ്പോൾ തൂണുകൾ എപ്പോഴും എവിടെ ഉണ്ടാവുക? ഉള്ളിലാണ് ഉണ്ടാവുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മറക്കൂല. അപ്പൊ ഷർത്ത് നിസ്കാരത്തിന്റെ പുറത്തുള്ളതാണ്, റുക്ൻ നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. വാജിബുകളും ഉണ്ട്. നമുക്ക് ഓരോന്നും പറയാം. അപ്പൊ ഷർത്ത് എന്ന് പറയുമ്പോൾ 9 ഷർത്തുകളാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 9 കാര്യങ്ങൾ ഷർത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റുക്ന് 14 എണ്ണാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് തക്ബീറത്തുൽ ഇഹ്റാം മുതലാണ്. റുക്നിന്റെ ആരംഭം, കാരണം നിസ്കാരത്തിന്റെ ആരംഭം എവിടുന്ന? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. വാജിബ് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിലെ ദുആകളൊക്കെ
വാജിബുകളാണ്. ഉദാഹരണത്തിന് റുകൂഇൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്താ? വാജിബാണ്. ഇത് മൂന്നും ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ഷർത്ത് നഷ്ടപ്പെട്ടാൽ എന്ത് നഷ്ടപ്പെടും? അവർക്ക് നിസ്കാരം തന്നെ ഇല്ലാന്നാണ്. അപ്പൊ ഷർത്ത് എന്ന് പറയുമ്പോൾ ഒന്നാമതായി ഷർത്തായി പറയപ്പെടുന്നത് ഇസ്ലാമാണ്. ഓൻ ആരായിരിക്കണം? ഓന് മുസ്ലിം ആയിരിക്കണം, ഇസ്ലാം ഉണ്ടായിരിക്കണം. മുസ്ലിം അല്ലാത്തവർക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല, ഇസ്ലാമോട് കൂടിയാണ് നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു അവിശ്വാസി നിസ്കരിച്ച നിസ്കാരം സ്വീകരിക്കില്ല. അതുമാത്രമല്ല, നിസ്കരിക്കാത്ത കാലത്തോളം അവിശ്വാസിക്ക് എന്തുണ്ട്? തിന്മ രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്നാണ്. തിന്മ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ഒന്നാമത്തത്, മുസ്ലിം ആകണം. രണ്ടാമത്തേത് അക്കൽ ഉണ്ടാകണം, ബുദ്ധി ഉണ്ടാകണം. രണ്ടാമത്തത് ബുദ്ധി ഉണ്ടാകണം. അപ്പൊ ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് നിസ്കാരം നിർബന്ധമില്ല. അത് മാത്രമല്ല, പ്രായം ചെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. അത്തരക്കാർക്കും ഒന്നില്ല, നിസ്കാരം നിർബന്ധം തന്നെ ഇല്ല. നിസ്കാരം നിർബന്ധം തന്നെ ഇല്ല. എന്നാൽ ചില ആളുകൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ബോധം പോകുന്ന കോമയിലേക്കൊക്കെ എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അവർക്കൊന്നും ഉണ്ടാവില്ല, നിസ്കാരം നിർബന്ധം ഉണ്ടാകില്ല. അപ്പൊ അക്കൽ ഉണ്ടാകണം, ബുദ്ധിയുള്ള ആൾക്കാണ് നിസ്കാരം ബാധകമാകുക. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് പ്രായപൂർത്തിയാവുക. അറബിയിൽ ബുലൂഗ് എന്നാണ് പറയാം. എന്താണ് ബുലൂഗ് എന്നാണ് പറയാം. പ്രായപൂർത്തി എത്തിയാലാണ് നിസ്കാരം നിർബന്ധം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുമ്പേ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ലേ? അല്ലെ, മുറു അബ്നാഅക്കും ബിസബ്ഇൻ, 7 വയസ്സായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അപ്പൊ 7 വയസ്സ് എന്നുള്ളത് തമീസിന്റെ കാലഘട്ടമാണ്. തമീസ് എന്ന് പറയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് നമസ്കാരമാണ്, ഇത് ഇന്നതാണെന്നൊക്കെ മനസ്സിലാവാത്ത പ്രായമല്ല. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ പ്രായപൂർത്തി ആയിട്ടില്ല, എന്നാൽ തമീസ് എത്തിയിട്ടുണ്ട്, വകതിരിവുണ്ട്. അങ്ങനെയുള്ള ആൾ ഇമാമ് നിൽക്കാൻ പറ്റുമോ? പ്രായപൂർത്തി ആയിട്ടില്ല, വകതിരിവ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇമാമായി നിർത്താൻ പറ്റുമോ? നമുക്ക് ഇമാമായി നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ ഇമാമായി നിർത്താൻ പറ്റൂ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് തമീസ് എത്തിയാൽ മതി. കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നിസ്കരിക്കാനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഓനെ നമുക്ക് എന്ത് ചെയ്യാം? ഇമാമായി നിർത്താം എന്നുള്ളതാണ്. അപ്പൊ തമീസ് എത്തുക എന്നുള്ളതാണ്. തമീസ് എത്തുന്നത് ചിലപ്പോൾ 7 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സാണ് തമീസിന്റെ പ്രായമായിട്ട് പഠിപ്പിക്കാറ്. ചില ആളുകൾക്ക് ചിലപ്പോൾ 6 വയസ്സിൽ എന്ത് ചെയ്യും? തമീസ് ആകും. പക്ഷെ അതിന്റെ എല്ലാവർക്കും പൊതുവെ 7 വയസ്സാണ് പറയപ്പെടാറുള്ളത്. ആ തമീസ് എത്തിക്കഴിഞ്ഞാൽ നിസ്കാരം നിർബന്ധമല്ല, മറിച്ച് നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ അടിക്കുകയും ചെയ്യണം. എന്നാൽ നിസ്കാരം നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയായി കഴിഞ്ഞാലാണ്. അപ്പൊ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്കും പ്രതിഫലം രേഖപ്പെടുത്തും. ചില ആളുകൾ കരുതിയിട്ടുള്ളത് ചെറിയ കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കൾക്കാണ്, അവർക്കും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾക്ക് അങ്ങനെയല്ല. കുട്ടികൾക്കും ചെയ്യും നന്മകൾ രേഖപ്പെടുത്തും. പക്ഷെ കുട്ടികൾ ചെയ്ത തിന്മകൾ എന്ത് ചെയ്യൂല? രേഖപ്പെടുത്തൂല എന്നാണ്. നന്മകൾ അവർക്കും രേഖപ്പെടുത്തും, അവരുടെ മാതാപിതാക്കൾക്കും രേഖപ്പെടുത്തും എന്നുള്ളത്. അപ്പൊ അതാണ് മൂന്നാമത്തേത്. മുസ്ലിം ആകണം, ബുദ്ധി ഉണ്ടാകണം, അക്കൽ ഉണ്ടാകണം. പിന്നെ പറയുന്നത് അവൻ ശുദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ്. ശുദ്ധി ഉണ്ടാകുമ്പോൾ എന്തിൽ നിന്ന് ശുദ്ധിയാകണം? ത്വഹാറത്തു മിനൻ നജാസ, നജസിൽ നിന്ന് ശുദ്ധിയാകണം. മറ്റൊന്ന് വുളു ഉണ്ടാകുക എന്നുള്ളതാണ്. വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നത്. ആറാമത്തേത് സത്രുൽ ഔറ, എന്ത് മറക്കണം? ഔറത്ത് മറക്കണം. അപ്പൊ ഔറത്ത് മറക്കുക എന്ന് പറയുമ്പോൾ പുരുഷന്റെ ഔറത്ത് ഏത് മുതൽ ഏത് വരെയാണ്? പൊക്കിൾ മുതൽ മുട്ട് വരെയാണ് പുരുഷന്റെ ഔറത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ളതൊക്കെ ഔറത്താണ്. അപ്പൊ ഇതാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ഔറത്തായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള സംശയം, ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിച്ചു കൊടുക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് റുക്കൂഇലേക്ക് പോകുമ്പോൾ കാണാൻ ചെയ്യുന്നത് അവൻ്റെ ഇവിടെ എന്തുണ്ട്? ഒരു ചെറിയ ഓട്ടയുണ്ട്, അത് നമുക്ക് കാണുന്നത്. അവന്റെ നിസ്കാരം എന്താ? നിസ്കാരത്തിന്റെ വിധി എന്തായിരിക്കും? നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അതും അതിന്റെ മുമ്പ് കണ്ടിട്ടില്ല. നിസ്കരിക്കുന്ന സമയത്താണ് അവന്റെ ഇവിടെ ഔറത്തിന്റെ ഭാഗത്ത് ഒരു ചെറിയ ഓട്ട കാണുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ ഔറത്തുമായി ബന്ധപ്പെട്ട് അത് വെളിവായാൽ എപ്പോഴാണ് നിസ്കാരം ബാത്തിലാകുന്നത് എന്ന മസലയാണ്. ഔറത്ത് വെളിവായാൽ എപ്പോൾ ബാത്തിലാകുമെന്ന മസല. ചെറിയ ഔറത്ത് ചെറുതാണ്, അത് കുറേ സമയം കണ്ടാലും നിസ്കാരം എന്താവൂല? ബാത്തിലാകൂല. ചെറിയ ഔറത്ത് കുറേ സമയം കണ്ടാലും നിസ്കാരം ബാത്തിലാകൂല. വലിയ ഔറത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ ഭാഗം കുറേ സമയം കണ്ടാൽ എന്താവും? നിസ്കാരം ബാത്തിലാകും. എന്നാൽ വലിയ ഔറത്ത് കുറച്ച് സമയമാണെങ്കിലോ നിസ്കാരം ബാത്തിലാകൂല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ഉമ്മ നിസ്കരിക്കുകയാണ്. ഉമ്മ നിസ്കരിക്കുന്ന സമയത്ത് കുട്ടി വന്നിട്ട് എന്ത് ചെയ്തു? കുട്ടി വന്നിട്ട് തട്ടോ മറ്റെന്തെങ്കിലും വലിച്ചപ്പോൾ എന്ത് ചെയ്തു? ഔറത്ത് കണ്ടു, ഉടനെ തന്നെ തിരിച്ചിട്ടു. നിസ്കാരം ബാത്തിലാകുമോ? ഇല്ല. അപ്പൊ വലിയ ഔറത്ത് കുറച്ച് സമയമാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ വലിയ ഭാഗം കുറേ സമയം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിസ്കാരം എന്താവും?
ബാത്തിലാകുന്നതാണ്. അതാണ് ഔറത്തുമായി ബന്ധപ്പെട്ട് നിസ്കാരം ബാത്തിലാകുന്ന സന്ദർഭം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഔറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതാണ് എന്ത്? ഖിബലയിലേക്ക് മുന്നിടുക. നമ്മുടെ നിസ്കാരം ഖിബലയിലേക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കണം. അത് ഫർദ് നിസ്കാരങ്ങൾ എല്ലാ അവസരത്തിലും ഖിബലയിലേക്ക് മുന്നിടണം എന്നുള്ളതാണ്. നമ്മൾ വാഹനത്തിലാണെങ്കിൽ പോലും നമ്മൾ ഖിബല തെരഞ്ഞെടുത്ത് ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പരിശ്രമിക്കേണ്ടത്. ഇനി നല്ല പ്രയാസവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇളവ് സ്വീകരിക്കാനാണ്. അല്ലാത്ത പക്ഷം ഏത് വാഹനത്തിലാണെങ്കിലും നമുക്ക് ഖിബലക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ സാധിക്കുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പാഴാക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഷർത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയ വിഷയം. അപ്പോൾ ഖിബലയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. പിന്നൊന്ന് സമയമാവുക. നിസ്കാരത്തിന് എന്തുണ്ട്? സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമായി കഴിഞ്ഞാലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അതിന്റെ മുമ്പ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിസ്കാരം സാധുവാവുകയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശുറൂത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഒരാൾ ശുറൂത്ത് മനഃപൂർവ്വം നഷ്ടപ്പെട്ടാലും അറിയാതെ നഷ്ടപ്പെട്ടാലും അവന്റെ നിസ്കാരം എന്തല്ല? ശരിയല്ല എന്നുള്ളത്. ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ ളുഹർ നിസ്കരിക്കാൻ വന്നു. ളുഹർ നിസ്കരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നത് വുളു കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിസ്കാരം ചെയ്യണം, മടക്കി നിസ്കരിക്കണം. നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്നുള്ളതാണ്. കാരണം നഷ്ടപ്പെട്ടത് ഷർത്താണ്. ഷർത്ത് നഷ്ടപ്പെട്ടാൽ മഷ്റൂത്ത് നഷ്ടപ്പെടും എന്നാണ് അടിസ്ഥാനം. ഷർത്ത് നഷ്ടപ്പെട്ടാൽ മഷ്റൂത്ത് നഷ്ടപ്പെടും. മഷ്റൂത്ത് നിസ്കാരം, ഷർത്തില്ലെങ്കിൽ നിസ്കാരമില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് മറന്നു കഴിഞ്ഞാലോ മനഃപൂർവ്വം മറന്നാലോ നിസ്കാരം സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പൊ അതാണ് ഷർത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് റുക്നും വാജിബുകളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഷർത്ത് ആളുകൾക്ക് നഷ്ടപ്പെടാറില്ല. ഷർത്ത് എന്ത് ചെയ്യും? ആളുകൾ കൃത്യമായി പാലിച്ചിട്ട് തന്നെയാണ് നിസ്കരിക്കാറുള്ളത്. എന്നാൽ നഷ്ടപ്പെടാറുള്ളത് അർക്കാനുകളാണ്. നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു. ചില ആളിപ്പോൾ 2 സുജൂദ് ചെയ്യുന്നിടത്ത് 1 സുജൂദ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. നിസ്കാരത്തിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഷർത്ത് നഷ്ടപ്പെട്ടാൽ സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ടെന്തില്ല? കാര്യമില്ല. ഷർത്ത് നഷ്ടപ്പെട്ട നിസ്കാരം തന്നെ പോകും. സഹ്വിന്റെ സുജൂദ് വരുന്നത് റുക്നിലും വാജിബിലുമാണ് സഹ്വിന്റെ സുജൂദ് വരുന്നത്. റുക്ന് നഷ്ടപ്പെട്ടാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. വാജിബ് നഷ്ടപ്പെട്ടാലും സഹ്വിന്റെ സുജൂദ് ചെയ്യണം. പക്ഷെ വാജിബ് നഷ്ടപ്പെട്ടാൽ സഹ്വിന്റെ സുജൂദ് മാത്രം മതി. റുക്ന് നഷ്ടപ്പെട്ടാൽ സഹ്വിന്റെ സുജൂദ് മാത്രം പോരാ, കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി നിസ്കാരത്തിന്റെ ഷർത്ത്, റുക്ന്, വാജിബുകള്, അതിനൊരു ആത്മീയ തലം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് ശരിക്കും നിസ്കാരമായി മാറുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചു, ഒരുപാട് കാലമായി നിസ്കരിക്കുന്ന നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ബേസിക്കായ ചുരുങ്ങിയ നിലക്ക് അറിഞ്ഞിരിക്കേണ്ട അറിവ് പോലും നമുക്കില്ല എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിന് നമ്മൾ നൽകേണ്ട പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ നമുക്കൊന്ന് പാരായണം ചെയ്യാം. 3 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മനപ്പാടാക്കാൻ പറ്റുന്ന ആളുകൾ മനപ്പാടാക്കണം. 3 ആയത്തുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം? എല്ലാ ദിവസവും മുന്നോട്ട് പോകും. അപ്പൊ പാരായണം ചെയ്യുന്ന സമയത്ത് അർത്ഥം കൂടി എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഓതണം എന്നുള്ളതാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. ഇൻഷാ അല്ലാഹ് ഈ 3 ആയത്തുകളാണ് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യേണ്ടത്? കാണാതെ പഠിച്ചു വരാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥതയോടുകൂടി പഠിക്കുവാനും
പഠിക്കുന്നതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു പൂർണ്ണമായ നിലക്കുള്ള ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുന്ന നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.